എല്ലാ സുഹൃത്തുക്കൾക്കും ലൈഫ് വിഷനിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ സുപ്രഭാതം നമ്മൾ ഓർമ്മിപ്പിക്കുന്നത്, എത്ര പരിശ്രമിച്ചാലും എത്ര തുഴഞ്ഞാലും നമുക്ക് ലഭിക്കാത്ത ചില സന്തോഷങ്ങളും ചില സ്വപ്നങ്ങളും നമുക്ക് നഷ്ടപ്പെടുന്നത് പോലുള്ളൊരു തോന്നലുണ്ടാകാറുണ്ട്. നമ്മിൽ പലരും ഈ യാത്രയിൽ പ്രതീക്ഷകളുമായി ഓരോ ദിവസം പിന്നിടുമ്പോഴും ഒരു ചിലർ ചിന്തിക്കുന്നത്, എത്ര പരിശ്രമിച്ചാലും എത്ര കണ്ട് അധ്വാനിച്ചാലും ഫലം ലഭിക്കുന്നില്ല, ഇനി ലഭിക്കില്ല എന്നുള്ള തോന്നലുള്ള ഒരു ചിലരുള്ളപ്പോൾ, അതിൽ കൂടുതലുള്ള ഒരു ചിലർ ചിന്തിക്കുന്നത്, നാളത്തെ പുലരിയിലെങ്കിലും നമുക്ക് നല്ലതെന്തെങ്കിലും ലഭിക്കും, സഫലമാക്കാൻ പറ്റും എന്നുള്ള വിശ്വാസത്തിൽ പലരുമുള്ളപ്പോൾ, വലിയ വലിയ പ്രതീക്ഷകളും ആഗ്രഹങ്ങൾക്കും പകരം കൊച്ചു കൊച്ചു പ്രതീക്ഷകൾക്കും സന്തോഷങ്ങൾക്കുമായി അവയുടെ കണ്ടെത്തലിനായി നാടും വീടും മാതാപിതാക്കളെയും സുഹൃത്തുക്കളെയും ഉപേക്ഷിച്ച് പലായനം ചെയ്യുന്ന ഒട്ടനവധി പേർ നമ്മുടെ സമൂഹത്തിലുണ്ട്. അവരുടെ സന്തോഷങ്ങൾ മാറ്റിവെച്ച് കുടുംബത്തിലെ സന്തോഷത്തിനായി അവർ എവിടെയൊക്കെ എത്തപ്പെട്ട് അവരുടെ ജീവിതം ബന്ധുക്കൾക്ക് വേണ്ടി ഹോമിക്കപ്പെടുന്നു. പുതിയ കാലാവസ്ഥയും പുതിയ സംസ്കാരവും പുതിയ മനുഷ്യരെയും ആദ്യമായി കാണുകയും അവരുമായി പരിചയപ്പെടുകയും ആ പ്രകൃതിയോട് ഒത്തിണങ്ങുകയും സ്വന്തം കുടുംബത്തിന് വേണ്ടി കഷ്ടപ്പെടുന്ന ഇവർക്ക് ആകെ കിട്ടുന്നൊരു സന്തോഷം വല്ലപ്പോഴും വീഡിയോ കോളുകൾ കൂടിയോ അല്ലെങ്കിൽ വാട്സപ്പ് കോളുകൾ കൂടിയോ പങ്കുവയ്ക്കുന്ന ചില നിമിഷങ്ങൾ മാത്രമാണ്. അപ്പോൾ അവർ ഉന്മേഷമുള്ളവരായി കാണപ്പെടാം, സന്തോഷമുള്ള മുഖമായി കാണപ്പെടാം. പക്ഷേ അവരുടെ ദുഃഖങ്ങൾ അത്ര കണ്ട് ആരോടും പങ്കുവയ്ക്കാൻ അവർ ശ്രമിക്കാറില്ല. ഒന്ന്, അതിനുള്ള സമയം കിട്ടാറില്ല. കിട്ടുന്ന സമയം വീട്ടുകാരുമായി പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നു. എന്നാൽ അവരുടെ അനുഭവങ്ങളും അവരുടെ ബുദ്ധിമുട്ടുകളും എത്ര കണ്ട് വീട്ടിലുള്ളവർ മനസ്സിലാക്കുന്നുവെന്ന് അറിയില്ല. ഒരു ചിലർ ശരിക്കും അത് മനസ്സിലാക്കുന്നു. അവരുടെ സന്തോഷത്തിൻ്റെ അവരുടെ സന്തോഷത്തിനായി അവരെ വിട്ടുപിരിഞ്ഞ് അകലങ്ങളിൽ അധ്വാനിക്കുന്നവർ മക്കളാണെന്ന് അറിയുന്നു. ചിലവർ അറിയപ്പെടാതെ പോകുന്നു. നാം എപ്പോഴും അവരുടെ അധ്വാനത്തിന് നാം വില കൊടുക്കണം. വീട്ടിലുള്ളവർ പ്രധാനമായും അവരുടെ ദുഃഖങ്ങളെ അറിയാതെ അവിടുന്ന് നിങ്ങളുടെ കയ്യിൽ എത്തപ്പെടുന്ന എന്ത് തന്നെയായിരുന്നാലും അതിനെ കാണേണ്ടത് അതൊരു അധ്വാനത്തിൻ്റെ ഫലമാണെന്നാണ്. അതിനെ ആ രീതിയിൽ നിങ്ങൾ കൈകാര്യം ചെയ്യാൻ ശ്രമിക്കണം. ദൂരെ കിടക്കുന്ന അവർക്ക് വേണ്ടി എന്തെങ്കിലും നിങ്ങൾ ബാക്കി വയ്ക്കണം. ഒരിക്കൽ അവർ അവിടെ നിന്ന് പിരിഞ്ഞു വരുന്നൊരു സമയമുണ്ടാകും. അവർക്കിവിടെ വരുമ്പോൾ അന്തിയുറങ്ങാനുള്ളൊരു സ്ഥലമെങ്കിലും നാം ബാക്കി വെച്ചായിരിക്കണം നമ്മുടെ ഓരോ പ്രവർത്തനവും. ഇത് എല്ലാവരും ഒന്ന് മനസ്സിലാക്കണം. നമ്മളെ വിട്ടുപിരിഞ്ഞ് അവരുടെ ദുഃഖങ്ങൾ ഉള്ളിലൊതുക്കി അവർ കഷ്ടപ്പെടുന്നത് അവരുടെ വീട്ടുകാർക്ക് വേണ്ടി ആണെന്ന് അവർ ഓർക്കുമ്പോൾ അതിൽ 1% നാട്ടിലുള്ള അച്ഛനമ്മമാരും കുടുംബാംഗങ്ങളും ഒന്ന് ചിന്തിക്കുന്നത് നന്നായിരിക്കും. നമ്മുടെ ദുഃഖങ്ങൾ തീർക്കാൻ
അവർക്ക് സാമ്പത്തികമായി സാധിച്ചേക്കാം. പക്ഷെ അതിനും അവർ വലിയ വില കൊടുക്കുന്നു. അവർ അകലങ്ങളിൽ ഒറ്റപ്പെട്ട് കഴിയുന്നവരാണ്. അവർക്ക് കിട്ടേണ്ട സന്തോഷം അവർ നാട്ടിലെത്തുമ്പോഴോ അവർ നമ്മെക്കുറിച്ച് കേൾക്കുമ്പോഴോ കിട്ടുന്ന സന്തോഷ വാർത്തകളാണ് അവരുടെ ദുഃഖങ്ങൾക്ക് മറക്കാൻ സാധിക്കുന്നത് എന്ന് നമ്മൾ ഓർത്താലും അവർക്ക് വേണ്ടി എന്നും നമ്മൾ ഒരു നിമിഷം മാറ്റിവെക്കണം. മറ്റൊന്നിനുമല്ല, ഈശ്വരനോട് അവർക്ക് നല്ലത് വരണമെന്ന് പ്രാർത്ഥിക്കാനുള്ളൊരു നിമിഷം അത് നാം ചെയ്തിരിക്കണം. സന്തോഷത്തോടെ നേരുന്നു ഈ സുപ്രഭാതവും പകലും ത്രിസന്ധ്യയും. ഒപ്പം ഇന്ന് പിറന്നാൾ ആഘോഷിക്കുന്ന എല്ലാവർക്കും ലൈഫ് വിഷൻ ശ്രോതാക്കളുടെ ഹൃദയം നിറഞ്ഞ ജന്മദിന ആശംസകളും. ഒപ്പം മറ്റെല്ലാവർക്കും എല്ലാം നല്ലത് ഭവിക്കട്ടെ എന്നുകൂടി നമുക്ക് ഈശ്വരനോട് പ്രാർത്ഥിക്കാം. കാണാം വീണ്ടും നാളത്തെ സുപ്രഭാതത്തിൽ. ഞാൻ GK തുമ്പക്കാർ. താങ്ക് യു.